ഹണിമൂൺ ട്രിപ്പുകൾക്കും അതുപോലെ തന്നെ ഫാമിലിയും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് ഹൗസ് ബോട്ട് യാത്രയാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം കേട്ടോ. അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ തരേണ്ടത്, മറ്റൊന്നുമല്ല. അപ്പം എൻ്റെ മുത്തുമണികളെ അസ്സലാമു അലൈക്കും. അതിമനോഹരമായിട്ട് വിശാലമായിട്ട് പരന്ന് കിടക്കുന്ന കുട്ടനാടിൻ്റെ ഭംഗി അത് വേറെ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഹൗസ് ബോട്ടിലൂടെയുള്ളൊരു യാത്ര, ഹണിമൂൺ ട്രിപ്പ് എല്ലാവരും തിരഞ്ഞെടുക്കാൻ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമില്ല, ഫാമിലി ആയിട്ടാണ് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് എങ്ങനെ കുട്ടനാട് മൊത്തം കറങ്ങാം, അതുപോലെ തന്നെ ഹൗസ് ബോട്ടിൽ എങ്ങനെ കറങ്ങി ആസ്വദിക്കുക. അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ കാണുന്നത്, മറ്റൊന്നുമല്ല. അതായത് കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഡയറക്റ്റ് ഏജൻ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് പരിചയത്തിലോ അങ്ങനെ ആളുകളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ഏജൻറ്റ് മുഖാന്തരമൊക്കെ ബന്ധപ്പെടും, ഒരുപാട് ക്യാഷ് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ ഹൗസ് ബോട്ടുകളുണ്ട്, വലിയ ഹൗസ് ബോട്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലെ ക്യാഷ് പോകും. അപ്പോൾ അതിവിശാലമായിട്ട് പരന്ന് കിടക്കുന്ന ഈ കുട്ടനാടിൻ്റെ ഒരു ഭംഗി വേറൊന്നും കണ്ടില്ല നമ്മൾ കുട്ടനാടിലെ ഈ ഹൗസ് ബോട്ട് യാത്ര കാരണം ഹണിമൂൺ ട്രിപ്പുകളും ഫാമിലീസും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുക, എൻജോയ് ചെയ്യാൻ പറ്റുക. കേരളത്തിൽ തന്നെ ഇങ്ങനൊരു സ്ഥലം അപൂർവങ്ങളിൽ അപൂർവമാണ്. കാരണം കുട്ടനാട് വന്നാൽ ഹൗസ് ബോട്ടിൽ കയറാത്ത ഒരു ആളുണ്ട്. അതായത് ഫാമിലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കുട്ടനാട്ടിൽ മറ്റൊരു പ്രത്യേകിച്ച് കരിമീൻ പൊള്ളിച്ച്, അതുപോലെ തന്നെ പറ്റിക്കപ്പെടും. പല ബോട്ടുകളിൽ ഇതുപോലെ തന്നെ കരിമീനല്ലാതെ, അതായത് പിന്നെ പിലോപ്പി പോലത്തെ മീനുകളെ തന്നിട്ട് നമ്മളെ പറ്റിയ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കരിമീനിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ. കാരണം അത് കായലിൻ്റെ അടുത്തൊക്കെ ജീവിച്ച് വളർന്ന ആളുകൾക്ക് നന്നായിട്ടറിയാം. കാഴ്ചയിലൊക്കെ ഒന്നാണ്. അപ്പോൾ പറയാനുള്ളതുണ്ടല്ല, ദൂരൊക്കെ നോക്കി എന്ത് അതിമനോഹരമായിട്ടുള്ള കുട്ടനാട് മറ്റൊരു കുറച്ച് ഗ്രാമപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്. എത്ര സുന്ദരമായിട്ടാണ് നോക്കി ആ വെള്ളവും. അതുപോലെ തന്നെ ഇത് കുറച്ച് സൈഡിലേക്ക് വന്നിട്ടുള്ള ഭാഗം ഷൂട്ട് ചെയ്താട്ടോ. അപ്പം ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ എവിടെ തന്നെ പോകണം, കുട്ടനാട്ടിൽ തന്നെ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് നേരത്തെ മറക്കേണ്ട, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്തരം വീഡിയോകളാണ് പിന്നെ നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പം ഈ ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിമനോഹരമായിട്ടുള്ള കുട്ടനാട് നിങ്ങൾ കണ്ടില്ലേ, പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നില്ല ഒരർത്ഥമല്ല എൻ്റെ പൊന്നു മക്കളെ. കണ്ടില്ല ചെറിയ ചെറിയ തോണികൾ. അതുപോലെ തന്നെ ഇപ്പം ഈ സീസണിൽ പോകുകയാണെങ്കിൽ ശരിക്കും ഓണത്തിൻ്റെ വള്ളം കളിയൊക്കെ ഒന്ന് കാണാട്ടോ. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോവുക. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കേരളത്തിൽ വേറല്ല. കാരണം ഈ ഫാമിലീസും എല്ലാവരും ഇഷ്ടപ്പെടുന്ന, അതായത് കേരളത്തിൽ തന്നെ ഇങ്ങനൊരു സ്ഥലം വേറല്ല എന്നാണ്. കാരണം അപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ പോകണം. കാരണം ഫാമിലി ആയിട്ട് പോയാലാണ് നമുക്ക് എന്താ പറയുക, വീട്ടിലുള്ളവർ കൂടി കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ ഹണിമൂൺ കണ്ടില്ല, ഒരാൾ കണ്ടില്ല അവിടെ ചൂണ്ടലിട്ട് അവിടെ നിന്ന് തന്നെ മീൻ പിടിക്കും. മറ്റൊരു പ്രത്യേകത, ഹൗസ് ബോട്ടിൽ ഫ്രഷ് മീൻ ചൂണ്ടലിട്ട് പിടിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വിട പറയാണ്. അപ്പോൾ എല്ലാവരും മറക്കരുത് വീഡിയോ പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓക്കെ, ബൈ ബൈ.